السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യതപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ സൂറത്ത് ത്വാഹയുടെ 94 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ അവസാന ഭാഗത്ത് കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തിലേക്ക് പ്രവേശിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പരീക്ഷ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോവുകയാണ്, QHLSൻ്റെ. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഓൺലൈനായിരിക്കും പരീക്ഷ ഉണ്ടാകുക, പ്രയാസം ഉണ്ടാവില്ല. അതിൽ പാസ്സായാൽ ആകർഷകമായ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. സമ്മാനം കിട്ടാനല്ല, എന്നാലും ഖുർആൻ പഠിക്കാനും മത്സരത്തിൽ പങ്കെടുക്കാനുമാണ്. നമ്മൾ വിസ്റ്റം ഗൈഡിലുള്ള ആളുകൾ ഗൈഡിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാം, അല്ലാത്ത ആളുകൾക്ക് ലിങ്ക് വഴിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നിങ്ങളോടുള്ള ആളുകൾ, അതിൻ്റെ യൂത്തിൻ്റെ ആളുകളുമായി ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്താൻ. 94-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബിയുടെ തലയും താടിയും പിടിച്ചു. വലത് കൈകൊണ്ട് തലയും ഇടത് കൈകൊണ്ട് താടിയും പിടിച്ചു എന്നാണ്. എന്നിട്ട് എന്താണ് താങ്കൾ ഇത് തടയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹാറൂൻ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടിയാണ് അതുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതിയിട്ട് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال يا ابن لا تأخذ بلحيتي ولا برأسي قال يا ابن لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي قال فما خطبك يا سامري قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبلت قبلة من أثر الرسول قال بصرت بما لم يبصروا به فقبلت قبلة من أثر الرسول فقبلت قبلة من أثر الرسول فنبذتها وكذلك سولت لي نفسي فقبلت قبلة من أثر الرسول فنبذتها وكذلك سولت لي نفسي
قال فاذهب فإن لك في الحياة أن تقول لا مساس. قال فاذهب فإن لك في الحياة أن تقول لا مساس. وإن لك موعدا لن تخلفه. وإن لك موعدا لن تخلفه. وانظر إلى إلهك الذي ظلت عليه عاكفا. وانظر إلى إلهك الذي ظلت عليه عاكفا. لنحرقنه ثم لننسفنه في اليم نسفا. لنحرقنه ثم لننسفنه في اليم نسفا. ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇന്നി ഖശീതു അൻത യാ ഇബ്ന ഉമ്മ. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിരുന്നു. ലാ തഅഖുദു ബിലിഹ്യതി വലാ ബിറഅസി ഇന്നി ഖശീതു അൻ തഖൂല. അൻ തഖൂല എന്നല്ല, അൻ തഖൂല. അവിടെ ഇഖ്ഫ ഉണ്ട്, അതുപോലെ തന്നെ ഗുന്നുണ്ട്. അൻ തഖൂല ഫറഖത. ഫറഖത ഖാഫ് ഹുറൂഫുൽ ഖൽഖലാണ്. അവിടെ ഫറഖ എന്നുള്ള കൽക്കലയുടെ അക്ഷരം ഇൽഹാർ ചെയ്തിട്ടാണ് ഉച്ചരിക്കണം. ഫറഖത ബൈന ബനി ഇസ്രായീൽ. ബനി ഇസ്രായീൽ. അവിടെ ഹംസ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഹംസ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. ഇൽഹാറിൻ്റെ അക്ഷരമാണ് ഹംസ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അതായത് ഹംസ്, അതുപോലെ തന്നെ ഹാ, ഖാ, ഹാ, ഐന്, ഗൈന്. ഈ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾക്ക് മുമ്പിൽ തൻവീൻ വന്നാൽ ആ തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. ഏതൊക്കെയാണ്? പിന്നെ ഹംസ്, ഹാ, ഖാ, ഹാ, ഐന്, ഗൈൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, ബനി ഇസ്രായീൽ. അവിടെ ഏതാ അക്ഷരം? ഹംസയാണ്. ബനി ആ മദ്ദക്ഷരത്തിന് ശേഷം എന്ത് ചെയ്തു? അവിടെ പിന്നെ ഹംസയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം? നീട്ടണം. അതേപോലെ തന്നെ ഇസ്രായീൽ വലം തർഖുബ് ഖൗലി. അവിടെ വലം തർഖുബ്, വലം തർഖുബ്. അവിടെ ബാ മദ് ഹുറൂഫുൽ ഖൽഖലാണ്, ഖൗലി. അതുപോലെ തന്നെ ഖാല ഫമാ ഖത്ബുക. ഖത്ബുക ത്വ ആണ്. ഖത്ബുക യാ സാമിരിയു. ഖത്ബുക ത്വ ആണ്, ത അല്ല. ഖത്ബുക എന്നല്ല, ഖത്ബുക. ഖത്ബുക യാ സാമിരിയു. അവിടെ സാമിരി എന്നല്ല ഓതുണ്ട്, യാ സാമിരിയു എന്നാണ് പറയേണ്ടത്. ഖാല ബസുർത്തു. അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ബസർത്തു എന്നല്ല, ബസർത്തു എന്നല്ല, ബസു ഉറ എന്ന്, ബസുർത്തു എന്നാണ്. ബസുർ സ്വാദിന് വമ്മാണ്, റാക്ക് സുക്കൂനാണ്. ബസുർത്തു ബിമാലം യബ്സുറൂബി. യബ്സുറൂ നീട്ടല്ല, ആ അലിഫ് അവിടെ പിന്നെ ഇത് എന്താ പറയുക, ഉച്ചാരണമില്ല, ഇതകാം. യബ്സുറൂബി. ഫഖബൽതു. ഫഖബൽതു ഖബ്ലതൻ. ഖബ്ലത് അവിടെ ബ ഹുറൂഫുൽ ഖൽഖലൻ. ഫഖബൽതു ഖബ്ലതൻ മിൻ അസരിർ റസൂൽ. അവിടെ നോക്കിക്കോ, ഖബ്ലതൻ മിൻ, ഖബ്ലതൻ. അവിടെ ആ തൻവീനു ശേഷം മീം വന്നു. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം?
അതിലേക്ക് ഇദ്ഗാം ചെയ്യണം. അവ ഖബലതമ്മിൻ, ഖബലതൻ മിൻ അല്ല, ഖബലതമ്മിൻ. പിന്നെ നൂന് സാക്കിനായ നൂന് ശേഷം ഹംസ വന്നു, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. മിൻ അസരിർ റസൂൽ ഫനബത്തുഹാ വകദാലിക സവ്വലത് ലി നഫ്സി, അതവിടെ സാധാരണ രൂപത്തിൽ. പിന്നെ ഖാല ഫദ്ഹബ്, ഫദ്ഹബ് ബാക്ക് സുക്കൂനാണ്. ഫദ്ഹബ്, ഫദ്ഹബ് എന്ന് ഓതാൻ പാടില്ല, ബാഗ് ഇൽഹാർ ചെയ്തിട്ട് തന്നെ ഫദ്ഹബ് ബ് എന്ന് തന്നെ ഉച്ചാരണം വരണം. ഫദ്ഹബ് ഫഇന്ന ലക, അവിടെ മണിച്ചിട്ടാണോ അതുണ്ട്. ഫഇന്ന ലക, ഫഇന്ന ലക ഫിൽ ഹയാത്ത്, അവിടെ ഹയാത്ത് ഹയവാത്ത് എന്നുണ്ടാവും ഓത, എഴുത്തിലുണ്ടാകുക റസ്മുസ്മാനിൽ അങ്ങനെയാണ്, പക്ഷെ ഓതാന്നുണ്ട് എങ്ങനെയാണ്? ഹയാത്ത്. അതുകൊണ്ട് വാവ് പിന്നെ അവിടെ ഉച്ചാരണമില്ല, അലിഫ് ഉച്ചാരണമുള്ളൂ. വാവിൻ്റെ മുകളിൽ അലിഫ് ഉണ്ടാവും, ചെറിയ അലിഫ്. അപ്പം ഹയാത്ത്. അൻ തഖൂല, അൻ തഖൂല എന്നല്ല, അൻ തഖൂല. കാരണം ഇൽഹാറിൻ്റെ അക്ഷരമല്ല, ഈ അക്ഷരത്തിൽപ്പെട്ടതല്ല താ, ഈ അക്ഷരത്തിൽപ്പെട്ടതല്ല താ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ഇൽഹാർ ചെയ്യാൻ പാടില്ല. അൻ തഖൂല ലാ മിസാസ്, അവിടെ മിസാസ് എന്നുള്ളിടത്ത് 2 ഹർക്കത്ത് നീട്ടാം, 4 ആക്കാം, 5 വരെ 6 വരെ നീട്ടാം. ലാ മിസാസ് എന്നോതാം, ലാ മിസാസ് എന്നോതാം, ലാ മിസാസ് എന്ന 6 ഖദർ വരെ എന്ത് ചെയ്യാം? നീട്ടി നമുക്ക് ഓതൽ ജായിസാണ്, നിർബന്ധമല്ല, ജായിസാണ്. അതേപോലെ തന്നെ വ ഇന്ന ലക, വ ഇന്ന, അവിടെ വ ഇന്ന എന്നുള്ളത് മണിച്ചിട്ടാണോ അതുണ്ട്. വ ഇന്ന ലക മൗഇദൻ, അവിടെ മൗഇദല്ല, അവിടെ ലാമിന് ശബ്ദം ഉണ്ടാവും. ആ തൻവീനെ ഈ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തിട്ടുണ്ടാവും. മൗഇദൻ എന്നുള്ള നൂന് സാക്കിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യും. അപ്പം മൗഇദൻ ലൻ തുഖ്ലഫ, അവിടെ നൂന് സാക്കിനെയാണ്, പക്ഷെ നൂന് സാക്കിനക്ക് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമല്ല വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യാൻ പാടില്ല. ലൻ തുഖ്ലഫ എന്ന് ഓതാൻ പാടില്ല. ലൻ തുഖ്ലഫ, ലൻ തുഖ്ലഫ. നിർത്തുകയാണെങ്കിൽ ലൻ തുഖ്ലഫ, കൂട്ടിയെഴുതുമ്പോൾ ലൻ തുഖ്ലഫഹു. വൻദുർ, വൻദുർ, വൻദുർ എന്നാണ് ശരിക്ക്, പക്ഷെ വൻദുർ എന്നാണ്, ഹംസത്തുൽ വസലാണ്, വൻദുർ എന്നാണ്. അതുകൊണ്ട് ഇലാ ഇലാഹിക, ഇലാ, അവിടെ 6 ഹർക്കത്ത് നിർബന്ധമായും എന്ത് ചെയ്യണം? നീട്ടിയിട്ടാണ് അതുകൊണ്ട് 6 ഹർക്കത്ത്. 6 ഹർക്കത്ത് എന്ന് പറയുമ്പം ഇലാ ഉണ്ടോ, 6 അക്ഷരങ്ങൾ ഇങ്ങനെ പറയാനുള്ള സൗണ്ട് സമയം വേണം. വൻദുർ ഇലാ ഇലാഹിക, ഇലാ ഇലാഹിക അല്ലദീ ളൽത അലൈഹി ആകിഫ, ളൽത എന്നാണ്. പിന്നെ അവിടെ ആകിഫൻ, ആകിഫൻ കൂട്ടിയതാണെങ്കിൽ ആകിഫൻ ലനുഹർരിഖന്ന, ലാമിന് ശബ്ദ് വരും. നിർത്തിയതാണെങ്കിൽ ലനുഹർരിഖന്ന, അപ്പം നിർത്തിയതാണെങ്കിൽ ലാമിന് ശബ്ദ് ഉണ്ടാവില്ല, നിർത്താതെ ഓതാണെങ്കിൽ ലാമിന് ശബ്ദ് വരും. കാരണം തൊട്ട് മുമ്പുള്ള നൂൻ തൻവീനെ ഇതിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ആകിഫൻ ലനുഹർരിഖന്ന, ലനുഹർരിഖന്നഹു, അവിടെ നൂന് മണിച്ചിട്ട് ഓതണം. ലനുഹർരിഖന്നഹു, അവിടെ ഹാന് ശേഷം ചെറിയ ഒന്ന് എന്ത് ചെയ്യണം? നീട്ടണം. ലനുഹർരിഖന്നഹു സുമ്മ, അവിടെ ഒക്കെ മണിക്കണം. സുമ്മ ലനൻസിഫന്നഹു, അവിടെ ഹൂക്ക് ശേഷം നീട്ടണം. ഫിൽ യമ്മി നസ്ഫ, ഫിൽ യമ്മി, യമ്മി നസ്ഫ. എന്താണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്? അപ്പോൾ ഇവിടെ പിന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ താടിയും തലയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു. അപ്പോൾ ഹാറൂൻ നബി പറഞ്ഞു, ഇബ്ന ഉമ്മ ലാ തഖുദ് ബിൽഹിയതി വലാ ബിറസി, എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ ഇത് എതിർക്കാതിരി? ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിയർക്കിടയിൽ നീ ഒരു ഭിന്നിപ്പുണ്ടാക്കി എന്ന് താങ്കൾ പറയുന്നതിന് ഞാൻ ഭയപ്പെട്ടു. നമ്മൾ പറഞ്ഞിരുന്നു ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ
കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു വഖാദു യഖ്തുലൂനി, അവർ എന്നെ കൊല്ലാനായി എന്ന്. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, അദ്ദേഹം മിണ്ടാതിരുന്നത്. ഇനി മാത്രമല്ല, ഇനി അദ്ദേഹം അവരോടൊരു യുദ്ധം ചെയ്ത് പിന്നെ അതിൽ നിന്ന് തടുക്കുകയാണെങ്കിൽ മൂസാ നബി എന്താ പറയുക, ഞാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ ആകെ 2 കക്ഷികളാക്കി പിരിച്ച് എന്ന് താങ്കൾ പറയുന്നതിന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. അതല്ലാതെ ഹാറൂൻ നബി ഒരിക്കലും ശിർക്കിനെതിരെ ചെയ്തിട്ടില്ല, മൗനം പാലിച്ചിട്ടില്ല. നമ്മുടെ ചില ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഐക്യമാണ് വലുത്, ശിർക്കല്ല വലുത് എന്നാണ്. ഐക്യമാണ് വലുത്, ശിർക്കല്ല. അങ്ങനല്ല, ശിർക്ക് ആണ് വലുത്, ഐക്യമല്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലായി പോകുന്ന അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം ഇതോടെ നിർത്തിവെച്ച്, മനസ്സിലായില്ല. അതല്ലാതെ ആ ആളുകൾക്കിടയിലുള്ള ഐക്യം പൊട്ടിപ്പോവും എന്ന് വിചാരിച്ചിട്ട് അതായത് അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ഈ കാരണങ്ങളൊന്നും അറിയാതെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് അദ്ദേഹം ഭയപ്പെടുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ പരമാവധി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. വലം തർഖുബ് ഖൗലി, എൻ്റെ ഖൗല് നീ സ്വീകരിച്ചില്ല എന്ന് താങ്കൾ പറയുന്നതിന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്ന് മാറുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ പിന്നെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് ആദ്യം ചോദിച്ചു. അപ്പോൾ പിന്നെ ആദ്യം സാമിരിനല്ല മൂസാനെ വിചാരണ ചെയ്യണം. ആദ്യം ആര് വിചാരണത്? അത് ഉത്തരവാദിത്തമുള്ള ഹാറൂൻ നബി. കാരണം സാമിരി ആരുടെ കീഴിലാണ്? ഹാറൂൻ നബിൻ്റെ കീഴിലാണല്ലോ. ഹാറൂൻ നബിൻ്റെ കീഴിലാണ് ആര്? സാമിരി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് ആദ്യം ചോദിച്ചു എന്താണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതിയെ വിചാരണ ചെയ്യാൻ. ആരാണ് പ്രതിയോടെ? സാമിരിയാണ്. മൂസാ നബി ഖാല, അദ്ദേഹം ചോദിച്ചു ഫമാ ഖത്ബുക യാ സാമിരി, അല്ല സാമിരി, എന്താണ് നിന്റെ വർത്താനം ചോദിച്ചാൽ എന്താണ് നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത്? ഖത്ബുക എന്ന് പറഞ്ഞാൽ ശഅനുക, നിന്റെ കാര്യം എന്താണ്, അഥവാ ഈ ഒരു പ്രവർത്തനത്തിന് പിന്നെ നിന്നെ പ്രേരിപ്പിച്ച കാരണം എന്താണ് എന്നാണ് ചോദിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തനം നീ ചെയ്തത്? ഖാല ഫമാ ഖത്ബുക, ഖത്ബുക എന്ന് പറഞ്ഞാൽ ശരിക്കും ശഅനുക, നിന്റെ കാര്യം, അഥവാ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? ഈ ഒരു പ്രവർത്തനം വെറുതെ ഉണ്ടായതല്ലോ. അപ്പം എന്താണ് യാ സാമിരിയോ, അല്ലയോ സാമിരി, എന്താണ് നിന്നെ ഇതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ സാമിരി പറയുന്നൊരു ഉത്തരമുണ്ട്. ഈ ഉത്തരത്തെ സംബന്ധിച്ചിടത്തോളം മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കാം. അയാൾ പറയുകയാണെന്ത്, ഖാല, അവൻ പറഞ്ഞു, സാമിരി പറഞ്ഞു, ബസുർത്തു, ബസുറ എന്ന് പറഞ്ഞാൽ കണ്ടു, മനസ്സിലാക്കി എന്നൊക്കെ അർത്ഥം. ബസർ എന്ന് പറയുന്നത് ബസർ കാഴ്ച, ബസുറ എന്ന് പറഞ്ഞാൽ കണ്ടു, അതുപോലെ തന്നെ മനസ്സിലാക്കി എന്നൊക്കെ അർത്ഥം, മനസ്സിലാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ബസുർത്തു, ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി. ബിമാ, ഒന്ന്, എന്താണ് ഞാൻ മനസ്സിലാക്കിയത്? ഒന്ന് ഞാൻ മനസ്സിലാക്കി. ലം യബ്സുറൂ ബിഹി, അത് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ആര്? എൻ്റെ ഒപ്പമുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഇവർ മനസ്സിലാക്കാത്ത ഒന്ന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ മനസ്സിലാക്കി. മനസ്സിലായല്ലോ. എന്നിട്ട് ഫഖബൽതു, ഖബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പിടി എന്നർത്ഥം, പിടി. ഖബലത്ത് എന്ന് പറഞ്ഞതാണ് ഖബലത്ത്. ഖബല എന്ന് പറഞ്ഞാൽ കൈ മുറുക്കെ പിടിച്ച് അതിനാണ് ഖബല എന്ന് പറയാം. ഫഖബൽതു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ മുറുക്കെ പിടിച്ചു. ഖബല എന്ന് പറഞ്ഞാൽ കൈ മുറുക്കി പിടിക്കണേന്ന് പറയാം. ഇവിടെ ഞാൻ പിന്നെ ഖബൽതു എന്ന് പറഞ്ഞാൽ ഞാൻ മുറുകെ പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ കൈക്കൊണ്ടു, ഞാൻ മനസ്സിലാക്കി, ഞാൻ എടുത്തു എന്നൊക്കെ അർത്ഥം. ഖബൽതു, എന്ത് ഖബൽതു? ഞാൻ ഖാബിലാക്കി. ഖബല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൈവശപ്പെടുത്തുക, ഉടമപ്പെടുത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഖാബിൽ എന്ന് പറഞ്ഞ ഒരു വസ്തുവിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ കീഴിലാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഖബൽതു, ഞാൻ കൈവശപ്പെടുത്തി. എന്ത്? ഖബലത്തം മിൻ അസരി റസൂൽ, റസൂലിൻ്റെ ഒരു അസറിൽ നിന്ന് ഒരു പിടി ഞാൻ എടുത്തിട്ടുണ്ട്. റസൂലിൻ്റെ, ഞാനിത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും ഏതാണ് ഈ റസൂൽ എന്നുള്ളത്. ആ റസൂലിൻ്റെ അസർ എന്ന് പറഞ്ഞെങ്കിൽ അടയാളം എന്നർത്ഥം.
അസർ എന്ന് പറഞ്ഞാൽ അടയാളം, അടയാളത്തിനാണ് അസർ എന്ന് പറയുക. സനക്തുമ ഖദ്ദമു ആസാറഹു എന്നുണ്ടല്ലോ സുഹൃത്തു യാസീൻ എല്ലാവർക്കും കാണാൻ അറിയാലോ അല്ലേ? യാസീൻ പഠിച്ചില്ല ഇതിൽ? ഇല്ല, ആരും പഠിച്ചില്ല. മറന്നുണ്ടാവും ചില ആൾക്കാരല്ലേ? മരിച്ചെടുത്തുനിന്ന് പോകുമ്പോൾ ഇങ്ങനെ മുണ്ടാന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ അസർ എന്ന് പറഞ്ഞാൽ അടയാളം. അപ്പോൾ ഒരു റസൂലിൻ്റെ അസറിൽ നിന്ന് ഞാൻ ഒരു പിടിയെടുത്തു. ഫനബദ്തുഹാ, നബദ എന്ന് പറഞ്ഞാൽ ഖബല എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഞാനത് കൈവിട്ടു. ഖബല എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നർത്ഥം. നബദ എന്ന് പറഞ്ഞാൽ പിടിവിട്ടു. നബദ വലിച്ചെറിഞ്ഞു എന്നൊക്കെ അർത്ഥമുണ്ട്. നബദ എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞു. അപ്പോൾ റസൂലിൻ്റെ ഒരു അസറിൽ നിന്ന് ഒരു പിടി ഞാൻ പിടിക്കുകയും എന്നിട്ട് ഫനബദ്തുഹ, അതിനെ ഞാൻ വലിച്ചെറിയുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇപ്പം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? വകദാലിക സവ്വലത് ലീ നഫ്സി, അങ്ങനെയാണ് എൻ്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത്. സവ്വലത്ത് എന്ന് പറഞ്ഞാൽ തോന്നിപ്പിക്കുക എന്നർത്ഥം. സവ്വല എന്ന് പറഞ്ഞാൽ തോന്നിപ്പിക്കുക. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സ് എന്നെ തോന്നിപ്പിച്ചു. എനിക്കങ്ങനെ തോന്നി, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ ചെയ്തു. അപ്പോൾ എന്താണ് ഇവിടെ സാമിരി പറഞ്ഞത്? ഇവർ മനസ്സിലാക്കാത്തത് പലതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു റസൂലിൻ്റെ അസറിൽ നിന്ന് ഞാൻ ഒരു പിടിയെടുത്തു. എന്നിട്ട് ആ പിടി ഞാൻ എന്ത് ചെയ്തു? ഇട്ടു. അങ്ങനെ എനിക്ക് തോന്നി, അതാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഇവിടെ മുഫസ്സിരിങ്ങൾ പല കഥയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അതിലിപ്പോൾ അധിക മുഫസ്സിരിങ്ങളും പറഞ്ഞൊരു കഥ ഉണ്ട്, പക്ഷേ യാതൊരു അടിസ്ഥാനമില്ലാത്ത കഥയാണ്. എത്രത്തോളം വെച്ചാൽ ഇബ്നു കസീറിൽ, ഖുർത്തുബി, എല്ലാ തഫ്സീറിലും പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷെ ആ സംഭവത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. അതുകൊണ്ട് നമ്മൾ തഫ്സീറിൽ എന്തെങ്കിലും കണ്ടാൽ അതൊക്കെ പ്രമാണമാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിദ്ധരിക്കാൻ പാടില്ല. തഫ്സീർ എഴുതിയതാരനെയാണ്? മനുഷ്യന്മാരാണ്. തഫ്സീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അതല്ലെങ്കിൽ സഹാബത്തിൽ നിന്നോ പ്രാമാണികമായി സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതിന് ആധികാരികത ഉള്ളൂ. ബാക്കി ആധികാരികത ഇല്ല എന്നല്ല, അതാണ് ഹുജ്ജത്താവുള്ളൂ. അതേ സമയത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞുണ്ടാക്കിയ മുഫസ്സിരീങ്ങളുടെ പല കഥകളുണ്ട്. അപ്പോൾ എത്രത്തോളം ചോദിച്ചാൽ മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് സെയ്ദ് റളിയല്ലാഹുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടല്ലോ. അതിന് സൈനബ് റളിയല്ലാഹുവിനെയുമായി കൊണ്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കഥകൾ തഫ്സീറുകൾ തന്നെ വന്നിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്ന്, അമ്മേൻ്റെ മോളാണല്ലോ, അപ്പോൾ പൂർണ്ണമായ ഔറത്തിൽ എന്താ പറയുക, വസ്ത്രം തരുന്ന, അപ്പം നബി അവരിൽ ആകൃഷ്ടരായി, നഊദു ബില്ലാഹി മിൻ ദാലിക്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹുവിനെ വിവാഹം മോചിപ്പിക്കാൻ വേണ്ടി പ്രേരണ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ഒരു വിശ്വാസി സംബന്ധിച്ച് പോലും പറയാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ചില തഫ്സീറിലൊക്കെ വന്നിട്ടുണ്ട്. അത് തഫ്സീർ മാനുഷികമാണെന്ന് നിൽക്കുന്നത് നമ്മളവിടെ ഒഴിവാക്കി വെക്കുക. അത്ര ജലാലിൻ്റെ തഫ്സീറുണ്ട്, TK അബ്ദുൽ മുസ്ലിയാരുടെ തഫ്സീറിലുണ്ട്. അതൊക്കെയാണ് യുക്തിവാദിയായിട്ടുള്ള ജബ്ബാറും ഈ ചങ്ങായിമാരൊക്കെ എടുത്ത് പൊന്തിച്ച് റസൂലുള്ളാഹിനെ പറ്റിയുണ്ടോ നിങ്ങളുടെ തഫ്സീറിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ തഫ്സീറിനെ വെച്ച തഫ്സീർ ആധികാരികത ഇല്ല എന്നല്ല, മാനുഷികമായ സ്ഖലിതങ്ങൾ എല്ലാ തഫ്സീറിലും എന്തുണ്ടാവും? സംഭവിച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അതിൽ എല്ലാ തഫ്സീറുകളുണ്ട്. ഞാൻ അമാനി മൗലവിൻ്റെ തഫ്സീർ നോക്കി, അൽഹംദുലില്ലാ, അമാനി മൗലവി ആദ്യം പ്രാമാണിക അഭിപ്രായമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ അഭിപ്രായത്തെ അമാനി മൗലവി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. കാരണം അമാനി മൗലവി തഫ്സീർ അത്രയും സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം തഫ്സീർ എഴുതിയത് എന്നുള്ളത് ഈ ഒരൊറ്റ സംഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽഹംദുലില്ലാ. ഇതിൽ ഈ തഫ്സീറിലെ സംഭവം സാമിരി പറയുകയാണെന്ത്, ബസുർത്തു ബിമാലം ബസുറു ബിഹി, അവർ കാണാത്തത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ, ഫിർഔനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊല്ലുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു എന്ന് ചില ഹദീസിലുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ആര് കണ്ടു? ഞാൻ കണ്ടു. സാമിരി പറയാൻ ജിബ്രീലിനെ എന്ത് ചെയ്തു? ഞാൻ കണ്ടു.
അപ്പോൾ ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഫറസിലാണ്, ഫറസ് എന്ന് പറഞ്ഞാൽ കുതിര. അപ്പോൾ ഒരു കുതിരപ്പുറത്താണ് ആര് വന്നത്? ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അപ്പോൾ ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടപ്പം അങ്ങനെ കുതിരപ്പുറത്ത് ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ രക്ഷപ്പെടുത്തി. അപ്പോൾ ആ കുതിരയുടെ ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ച കുതിര ചവിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, ചവിട്ടിയ സ്ഥലം, മണ്ണ്, കാല് പതിഞ്ഞ മണ്ണ്, ആ മണ്ണിൽ നിന്ന് കുറച്ച് മണ്ണ് ഞാൻ എന്ത് ചെയ്തു? എടുത്തിട്ട് ആ മണ്ണ് ഞാൻ എടുത്തിട്ടാണ് ഈ പശുക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ ആ മണ്ണ് ഞാൻ എന്ത് ചെയ്തു? ഇതിലേക്ക് ഇട്ടു. അങ്ങനെയാണ് ഇതിൻ്റെ ഒച്ച ഉണ്ടായത്. അങ്ങനെയാണ് ഇതിന് ഒച്ചയുണ്ടായത്. അപ്പം എനിക്കങ്ങനെ തോന്നി എന്നാണ് ആര് പറഞ്ഞത്? ഈ സംഭവം എല്ലാ തഫ്സീറിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഒന്നിപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ള ആരും കാണാതെ ആര് മാത്രം കണ്ടത്? സാമിരി മാത്രം കണ്ടു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുതിരയുടെ അടിയിൽ നിന്ന് മണ്ണ് വാരാനൊക്കെ സാമിരിക്ക് അവസരം കിട്ടി എന്നൊക്കെ പറയുമ്പം അതിൽ ചില ഒന്ന് റസൂലുള്ള പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുന്നു. പക്ഷേ പ്രാമാണികമായിട്ട് എന്തിട്ടില്ല, ഒരു അഭിപ്രായവും അതിൽ ഉദ്ധരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ജുംഹൂറിൻ്റെ അഭിപ്രായം ഇതിൽ പ്രാമാണികമായി വന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഈ മുഹമ്മദ് അൽ ഖാസിമിയുടെ തഫ്സീറിൽ കാണാം. മഹാസുര തവീൽ എന്ന് പറയുന്ന ഇമാം ഖാസിമി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. ഉസൂൽ ഹദീസിനും അതുപോലെ തന്നെ ഒക്കെ മഹാഗ്രന്ഥങ്ങളുള്ള മഹാപണ്ഡിതനാണ്. നല്ല പക്ക സലഫിയായ മുഫസ്സിറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയാണ്, ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഈ ആയത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്നൊരു അഭിപ്രായമുണ്ട്. എന്നിട്ട് അഭിപ്രായത്തെ അദ്ദേഹം ഒരുപാട് കാരണങ്ങൾ വെച്ചുകൊണ്ട് ഗണ്ണിക്കാൻ. കാരണം ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് കൈഫ് അന്ന സാമിരി കൈഫ് അഖ്തസ ബിറുയത്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്ന് സാമിരി അതെങ്ങനെ മനസ്സിലാക്കി? ഇനി മറ്റുള്ള ആളുകളൊന്നും കാണാതെ ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ അതിന് മറുപടി എന്താ വെച്ചാൽ, ജിബ്രീലിനെ ഇയാൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജിബ്രീലിനെ ഇയാൾ ചെറുപ്പത്തിൽ കണ്ടെന്നുള്ള വേറെ തെളിവ് വേണം. അപ്പോൾ ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ട, പോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു തഅസ്സുഫ്, ഈ വ്യാഖ്യാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് പറയുന്നത് വളരെ ഇടങ്ങേറ് പിടിച്ചൊരു വ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ, ഈ ചാമിരി പറയാണ്, ബസുർത്തു ബിമാലം യബ്സുറുബിഹി, ഇവർ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞെന്താ, ഹാദാ ഇലാഹു മൂസ, ഹാദാ ഇലാഹുക്കും ഇലാഹു മൂസ എന്ന് പറഞ്ഞില്ലേ, വനസിയ എന്ന് പറഞ്ഞില്ലേ, അവൻ പറഞ്ഞല്ലോ ഇതാണ് നിങ്ങളെ പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് മൂസാ നബി നിങ്ങളോട് പറയാൻ മറന്നതായിക്കാരം എന്ന് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവർ മനസ്സിലാക്കാത്ത, നമ്മുടെ ഇലാഹിനെ സംബന്ധിച്ച് ഇവർ മനസ്സിലാക്കാത്ത പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. എന്നിട്ട് ഫഖബൽതു ഖബലത്തൻ മിൻ അസരി റസൂൽ, അപ്പോൾ ആദ്യത്തെ വ്യാഖ്യാന പ്രകാരം ഈ റസൂൽ ആരായിരിക്കും? ജിബ്രീലായിരിക്കും. ജിബ്രീലിൻ്റെ അസറിൽ ഞാൻ എടുത്തു. പക്ഷെ ആ വ്യാഖ്യാനം എന്തെല്ലാം ശരിയല്ല. രണ്ടാമത്തെ വ്യാഖ്യാനം, ഈ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ഈ റാസി പറയുന്നുണ്ട്, ജിബ്രീലിനെ സംബന്ധിച്ചിടത്തോളം അർ റസൂൽ എന്നുള്ള പ്രയോഗം ഖുറാനിലില്ല. ജിബ്രീലിനെ സംബന്ധിച്ചിടത്തോളം അർ റസൂൽ എന്ന പ്രയോഗം ഖുറാനില്ല. ഒന്നുകിൽ ജിബ്രീൽ എന്നോ അല്ലെങ്കിൽ റൂഹ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ അർ റസൂൽ എന്ന് പ്രയോഗിച്ചത് ആരെ സംബന്ധിച്ചാണ്? മൂസാ നബിനെ പറ്റിയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഫനബത്തുഹ, ഞാനത് എന്ത് ചെയ്തു? ഒഴിവാക്കി. എനിക്ക് അത്ര നന്നായിട്ട് എന്ത് ചെയ്തിട്ടില്ല, തോന്നിയില്ല. ഞാനെന്ത് ചെയ്തു? അതൊക്കെ ഒഴിവാക്കി. എനിക്ക് തോന്നിയത് എന്താണ്? ഇതാണ് എൻ്റെ ഇലാഹ് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനത് ചെയ്തു. അപ്പം നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയത് പിന്നെ എനിക്ക് തോന്നിയത് എനിക്കത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. ഫനബത്തുഹ, ഞാൻ എന്ത് ചെയ്തു? അത് ഒഴിവാക്കി.
അതെന്തുകൊണ്ട് ഒഴിവാക്കി? വക്കദാലിക സവ്വലത്ത് ലി നഫ്സി, അങ്ങനെയാണ് എൻ്റെ മനസ്സ് എനിക്ക് തോന്നിപ്പിച്ച്. അതിന് വേറെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, എൻ്റെ മനസ്സ് അങ്ങനെയാണ് എനിക്ക് തോന്നിപ്പിച്ചത് എന്ന വ്യാഖ്യാനമാണ് ശരിയായ വ്യാഖ്യാനം. അപ്പോൾ ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ ആര് സാമരി കണ്ടു എന്നുള്ള വ്യാഖ്യാനം യഥാർത്ഥത്തിൽ എന്തെല്ലാം പ്രാമാണികമായി കൊണ്ടുവന്നിട്ടില്ല. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ഞാനിവിടെ നമുക്ക് വായിച്ചു കേൾപ്പിച്ചാൽ അദ്ദേഹം പറയാണ്, പിന്നെ അതായത് ജനങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ചില സൂത്രങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. റസൂലിൻ്റെ ഉപദേശങ്ങളും അതാ താങ്കളുടെ ഉപദേശങ്ങളും അധ്യാപനങ്ങളും ഞാൻ പേരിന് മാത്രമേ സ്വീകരിച്ചുള്ളൂ, പക്ഷെ അത് ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. കുറച്ചൊക്കെ ഞാൻ എടുത്തു, അത് ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. എൻ്റെ സ്വന്തം മനസ്സിൻ്റെ പ്രേരണ അനുസരിച്ച് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് സാരം. ഈ വ്യാഖ്യാനമാണ് ഇവിടെ ഇമാം റാസി, ഇമാം നൈസാബൂരി മുതലായവർ ബലപ്പെടുത്തുന്നത്. ഈ വ്യാഖ്യാനം അനുസരിച്ച് റസൂൽ എന്ന് പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും കാൽപ്പാട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഉപദേശ നിർദ്ദേശങ്ങളുമായിരിക്കും. ഇനി അദ്ദേഹം പറയണം, എന്നാൽ പല മുഫസ്സിറുകളുടെയും വ്യാഖ്യാനം മറ്റൊന്നാകും. റസൂൽ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണെന്ന് അവർ പറയുന്നത്. കാൽപ്പാടിൽ നിന്നൊരു പിടി എടുത്തു എന്ന് പറഞ്ഞത് ജിബ്രീലിൻ്റെ കുതിരയുടെ കാലടിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തു എന്ന് സാരമാകുന്നു. എപ്പോഴാണ് എങ്ങനെയാണ് സാമരിക്കത് കിട്ടിയത്? ഇതിനെക്കുറിച്ച് പല നീണ്ട കഥകളും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ മണ്ണിൽ എന്തോ ഒരു സവിശേഷത സാമരി കണ്ടു, മറ്റാരും അത് കണ്ടിരുന്നില്ല. അവൻ അത് എടുത്ത് സൂക്ഷിച്ചു വച്ചു. അത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പശുക്കുട്ടിയെ നിർമ്മിച്ചത് എന്നൊക്കെയാണ് കഥകളുടെ താല്പര്യം. ഈ കഥകളുടെ സാധുതയും നിവേദന മാർഗങ്ങളും പല നിലക്കും വിമർശനാർഹങ്ങളാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കത് സ്വീകരിക്കാൻ പറ്റിയതല്ല. പല വിമർശനങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞ അഭിപ്രായം, നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ റസൂൽ കൊണ്ട് ഉദ്ദേശം മൂസാ നബിയാണ് എന്ന അഭിപ്രായത്തെയാണ് അമാനിമുൽ എന്ത് ചെയ്തിരുന്നത് സാധൂകരിക്കുന്നത്. പക്ഷേ പല തഫ്സീറുകൾ നോക്കിയപ്പോഴൊക്കെയും ആദ്യം പറഞ്ഞ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അഭിപ്രായമാണ് പ്രാമാണികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതെന്തില്ല, തെളിവ് ഇല്ല. പിന്നെന്താ വെച്ചാൽ ഒരു രീതി, ഇപ്പോൾ തഫ്സീറിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എന്താ വെച്ചാൽ, മുൻഗാമികൾ ഒരു കാര്യം ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് എന്ത് ചെയ്യുക, പലപ്പോഴും ഇങ്ങനെ ഉദ്ധരിച്ചു വരിക എന്നുള്ളത് പൊതുവേ പണ്ഡിതന്മാർക്കിടയിൽ കണ്ടുവരുന്ന രീതിയാണ്. ഇപ്പം നമുക്കറിയാം 6666 ആയത്ത് ഖുറാനിലുണ്ടെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകുക ഇല്ലേ? നമ്മൾ കേട്ടില്ല നിങ്ങൾ? ഖുറാനിൽ എത്ര ആയത്തുണ്ട് വെച്ചാൽ എത്ര പറയാം? 6666 ആയത്തുണ്ട്. 6666 ആയത്ത് എന്ന് പറഞ്ഞത് പിന്നെ അറബിയിൽ ഇങ്ങനെയാണ് ഇത് 6666. പിന്നെ യഥാർത്ഥത്തിൽ 6666 ആയത്ത് ഖുറാനിലില്ല. 6236 ആയത്തുള്ളൂ. 6236 ആയത്തുള്ളൂ. അപ്പോൾ ഈ അറബി ഇതിപ്പോൾ ചിലപ്പോൾ ഒരു കുനിപ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. 6666 എന്ന് എഴുതിയപ്പോൾ ചിലപ്പോൾ 6236 ചിലപ്പോൾ ഒരു കുനിപ്പ് ചിലപ്പം എന്തിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. ഏതോ ഒരു കിതാബിൽ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് മാറിയപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, 6266 പ്രാസം വെക്കുമല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ എന്ത് ചെയ്യാണ് ആളുകൾ അത് അന്യ വെക്കൂല. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു അബദ്ധം ഒരു മുൻഗാമിക്ക് ചിലപ്പോൾ പറ്റിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ചിലപ്പോൾ താവഴിയായിക്കൊണ്ട് വരാറുണ്ട്. അത് പല ഗ്രന്ഥങ്ങളിലും. പിന്നെ ഇപ്പോൾ ഏതുപോലെ ചോദിച്ചാൽ എന്താ പറയുക, ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യാഭ്യാസം നേടുക. നിങ്ങൾ കേട്ടില്ല ഹദീസ് ഇല്ലേ? ഇസ്ലാം വിദ്യാഭ്യാസത്തിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുത്ത മതമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പിന്നെ സാധാരണ നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. അങ്ങനത്തെ ഒരു ഹദീസില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിങ്ങനെ നമ്മൾ പിന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പറഞ്ഞില്ല. അപ്പോൾ ഉണ്ടാവും എന്നുള്ളവർക്കൊരു ഹുസ്നുൽ തന്നെ ഉണ്ടല്ലോ, ഒരു നല്ലത് വിചാരിക്കുക. അപ്പം അങ്ങനെ സംഭവിക്കുന്നത് തഫ്സീറിൽ മാനുഷികമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അത് പിന്നെ പൂർണ്ണമായ തഹ്ഖീഖ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് അവനെ അവിടെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കതാണ്, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഏറ്റവും നല്ല വിശദീകരണം എന്താ വെച്ചാൽ അവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശം ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പം അദ്ദേഹത്തിൽ നിന്ന് സാമരി കുറച്ച് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ പിന്നെ കുറച്ച് മൂപ്പർക്ക് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തോന്നിയെന്ത്, ഇതൊന്നും വേണ്ട, നമുക്ക് പശുക്കുട്ടിനെ തന്നെ എന്ത് ചെയ്യാം, ഇലാഹാക്കാമെന്ന് തോന്നി. ഇവിടെ ഇയാൾ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ ഒരു തെറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരണയായത് എന്താണ്?
വകദാലിക സവ്വലത്തിലി നഫ്സി, എൻ്റെ നഫ്സ് എന്നോട് എന്ത് ചെയ്തു, അങ്ങനെ പ്രേരിപ്പിച്ചു. അതാണ് ദേഹേച്ഛ എന്ന് പറഞ്ഞത്. അതാണ് ദേഹേച്ഛ. ലോകത്തുള്ള എല്ലാ തെറ്റുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. എല്ലാ തെറ്റുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ഇതാണ്. അപ്പം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇത് വരുന്നുണ്ട്. അവസാനത്തെ സൂറത്ത് താൻ്റെ അവസാനത്ത് വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അത് തിന്നരുത്. ഏത്? ഈ മരത്തേക്ക് അടുക്കാൻ പാടില്ല. വലാ തഖറബ ഹാദിഹി ഷജറ. നിങ്ങൾ ആലോചിക്ക്, സ്വർഗ്ഗം എത്ര വിശാലമാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സ്വർഗ്ഗം എത്ര വിശാലമാണ്. ആ സ്വർഗ്ഗത്തിൽ ആദം നബിയുടെ തലമുറ മുഴുവനും തിന്നാലും തീരാത്ത പഴങ്ങളുണ്ട്, ഇല്ലേ? ആദം നബിൻ്റെ ഖിയാമത്ത് നാൾ വരെയുള്ള കുട്ടികൾ മുഴുവൻ തിന്നാലും തീരാത്ത പഴങ്ങളാണ് സ്വർഗ്ഗത്തിൽ. പക്ഷേ ഇബ്ലീസ് എടുക്കാൻ ഉണ്ടായത് തിന്നരുതെന്ന് പറഞ്ഞേക്കാണല്ലോ. അപ്പം അതെന്താ വെച്ചാൽ അത് മനുഷ്യൻ്റെ ഇച്ഛ അങ്ങനെയാണ്. അതായത് അള്ളാഹു വിലക്കിയതുണ്ടല്ലോ, അങ്ങോട്ട് പോരുന്ന പറഞ്ഞാൽ എന്താ പോയി വയ്ക്കിയാൽ ഉണ്ടാവും. അതൊരു മനുഷ്യൻ്റെ ഒരു ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു യാത്രയിൽ, മറുപടി ഇന്ന് രാത്രി എന്ത് ചെയ്യും, ഇന്ന് രാത്രി നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങി താമസിക്കും. അവിടെ താമസിക്കുന്ന നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശക്തമായ കാറ്റടിക്കും. അതുകൊണ്ട് എല്ലാവരും അവിടെ മൃഗത്തെ നല്ലോണം കെട്ടിയിടണം. എല്ലാവരും ഭൂമിയിൽ അമർന്ന് കിടക്കണം. ആരും തല ഉയർത്താൻ പാടില്ല. ദേവി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ മുനാഫിക്കുകൾ എല്ലാവരും ഉണ്ടാവുമല്ലോ. അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കുതിരനൊക്കെ നല്ല കെട്ടിയിട്ട് മൃഗത്തെ നല്ല ഭൂമിയിൽ അമർന്ന് കിടന്നു. അപ്പോൾ ഒരു ചങ്ങായി വല്ല തരം തെച്ച് നോക്കി. ബുഖാരി ഹദീസാട്ടോ. എന്ത് ചെയ്തു? ആ കാറ്റ് അവനെയും കൊണ്ട് എടുത്തു പോയി തൊയ്യ് പർവ്വതത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ വിദൂരമായ ഒരു വിജനമായ പർവ്വതത്തിൽ പോയി കണ്ട കാറ്റ് എന്ത് ചെയ്ത് അവനെ ഇട്ടു എന്ന ഹദീസിൽ, ബുഖാരി ഹദീസാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം വെറുതെന്ന് പോയി വെക്കുക, പോരുതെന്ന് പറഞ്ഞാൽ പോയി വെക്കുക, അങ്ങനെ ഉണ്ടാവില്ല ആൾക്കാർ. അത് യഥാർത്ഥത്തിൽ അതാണ് വകദാലിക സവ്വലത്തിൽ ഈ നഫ്സ്, എൻ്റെ നഫ്സ് എന്ത് ചെയ്യുക, എനിക്കങ്ങനെ തോന്നി. ലോകത്തുള്ള എല്ലാ തെറ്റുകളുടെയും അടിസ്ഥാനം ഇതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മനുഷ്യന്മാർ 2 കാരണങ്ങൾ കൊണ്ടാണ് തെറ്റിപ്പോവുക ഇസ്ലാം ദീനെന്നേ. അതായത് ഇതിപ്പോൾ സിറാത്ത് മുസ്തഖീമാണെന്ന് കൂട്ടിക്കോളി. ഈ സിറാത്ത് മുസ്തഖീമിൻ്റെ രണ്ട് തെറ്റുന്ന മാർഗം, ഒന്ന് ശുബഹാത്ത് എന്ന് പറയും. ശുബഹാത്തും ഷഹവാത്തും, ഈ 2 കാര്യങ്ങളാണ് മനുഷ്യന്മാരെ സിറാത്ത് മുസ്തഖീമിന് എന്ത് ചെയ്യുക, തെറ്റിക്കുക. ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ. എന്താ അപ്പം അങ്ങനെ, അപ്പം ഹദീസ് എന്താ അങ്ങനെ, അതിപ്പോൾ നമ്മൾ ഉദ്ദിക്കത്തില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. കണ്ണേറോ, എന്ത് കണ്ണേറ്, കല്ലേറുണ്ട്, എന്ത് കണ്ണേറ്, അങ്ങനെ ചില ആൾക്കാർ. കല്ലേറുണ്ട്, കണ്ണേറില്ല എന്നാണ്. ഇതൊക്കെ ശുബഹത്താണ്. അപ്പം എന്ത് ചെയ്തു? ഓനങ്ങ തെറ്റിപ്പോവും. ഇബ്ലീസ് ശുബഹത്ത് ഇട്ടെടുക്കും. ശുബഹത്ത് കൊണ്ട് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ ഇബ്ലീസിന് കഴിയില്ലെങ്കിൽ പിന്നെ ഇബ്ലീസ് സ്വീകരിക്കുന്ന മാർഗം ഏതാണ്? ഷഹവാത്ത്. പണം, പെണ്ണ്, അധികാരം, സ്ഥാനം, മാനം, ഓൻ്റെ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഷഹവാത്ത്. ഓൻ്റെ ജോലി, ഓൻ്റെ സമ്പത്ത്, ഓൻ്റെ തറവാടിത്തം, ഓൻ്റെ അതുപോലെ തന്നെ സമ്പത്ത്, ഇതൊക്കെ ഷഹവാത്താണ്. ഈ ഷഹവാത്തിലൂടെയാണ് മനുഷ്യൻ്റെ രണ്ടാമത് ശൈത്താൻ എന്ത് ചെയ്യുക, വഴിതെറ്റിക്കുക. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അതാണ് ഈ ഷഹവാത്താണ്. വകദാലിക സവ്വലത്തിലി നഫ്സി, എനിക്കങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ചില ആൾക്കാർ ഇപ്പം എന്താ എന്തുകൊണ്ടാണ് ചെയ്ത്, എന്തുകൊണ്ടാണെന്ന് എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ചില ആൾക്കാർ. അതാണ് ശരിക്ക് പൈശാചികത. അപ്പോൾ ഈ ഇവൻ തനി പിശാചാണ്, അല്ലെങ്കിൽ പൈശാചികമായ പ്രേരണ കൊണ്ടാണ് സാമിരി വഴിതെറ്റിച്ചത് എന്നോ തുറന്നെന്ത് ചെയ്യാണ്, സമ്മതിക്കാണ്. എനിക്ക് പുറത്തുനിന്ന് വേറെ ആരും പ്രേരണയില്ല. വകദാലിക സവ്വലത്തിലി നഫ്സി, ഈ നഫ്സിനാരാ പറഞ്ഞു കൊടുക്കണത്? ശൈത്താൻ. നഫ്സിനാരാ പറഞ്ഞു കൊടുക്കണത്? ശൈത്താനാണല്ലോ. അപ്പോൾ സ്വന്തം നഫ്സിൽ, അതാണ് ദേഹേച്ഛകൾ. ആ ദേഹേച്ഛകളെ പിൻപറ്റുക എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വഴികേടിന് കാരണമാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. ഒരു മനുഷ്യൻ്റെ നഫ്സിന് അവൻ ഹവയിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുള്ളതാണെന്ത്?
ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ്റെ ഹവ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഹവകളുണ്ടാകും, ശാരീരികമായ ഹവകളുണ്ടാകും, അതുപോലെ തന്നെ അധികാരം. ഇതൊക്കെ അധികാരം. നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് എന്താ പറയുക, സ്ഥാനാർത്ഥി എന്ന് തന്നെയല്ലേ പറയാ. തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നവർക്ക് എന്താ പറയുക, സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനത്തോട് ആർത്തിയുള്ളവൻ, അവനാണ് സ്ഥാനാർത്ഥി. അതൊരു ഹവയാണ്. ചിലർക്ക് അധികാരം ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, ചില ആൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഇവിടുന്ന് പുറത്താക്കിയാൽ അങ്ങോട്ട് ചാടും, അവിടെ നിന്ന് പുറത്താക്കിയാൽ ഇപ്പുറത്തേക്ക് ചാടും, ഇവിടുന്ന് പറഞ്ഞാൽ പുറത്തേക്കും. ഇവർക്ക് എപ്പോഴും എന്ത് ചെയ്യണം, മുകളിൽ നിൽക്കണം, താഴ്ത്തിക്കാൻ കഴിയില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും മതസംഘടനയിലും എല്ലായിടത്തും ഉണ്ട്. അത് മനുഷ്യൻ്റെ ഒരു ഫിത്രത്താണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് മനുഷ്യന് വഴിതെറ്റിക്കുന്ന നേരത്തെ പറഞ്ഞ ഷഹവാത്തിൽപ്പെട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ സാമരിക്ക് സംഭവിച്ചത്. വകദാലിക സൗവലത്തിൽ നഫ്സ്, എനിക്ക് എൻ്റെ നഫ്സ് എന്ത് ചെയ്തു, അങ്ങനെ തോന്നിപ്പിച്ചു. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ അടുക്കലൊക്കെ ശൈത്താൻ ഈ നഫ്സ് കൊണ്ടാണ് വരിക, ഈ ഷഹവാത്തിലൂടെയാണ്. ഒരു പക്ഷേ ശുബഹാത്തിലൂടെ ചിലപ്പോൾ നമ്മൾ വഴിതെറ്റിക്കാൻ കഴിഞ്ഞോളന്നില്ല. കാരണം എന്താ, നമ്മൾ തൗഹീദുള്ള ആളുകളാണ്. ഇനി എത്ര ശിർക്കിൻ്റെ ആയത്ത് പിന്നെ തെളിവ് നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നാലും അംഗീകരിക്കില്ല, നമുക്ക് ഉറപ്പ്. ഇനിയിപ്പോൾ ഏത് പിന്നെ മമ്പറഞ്ചാർത്തിൽ ഇനി അജ്മീറിൻ്റെ ഉള്ളിൽ പോയാലും അവിടെ പ്രാർത്ഥിക്കാനും സുജൂദ് ചെയ്യാൻ എന്ത് ചെയ്യില്ല, ഒരു മുവഹിദായ മനുഷ്യനെ കിട്ടിക്കൊള്ളുന്നില്ല. അതേ സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഷഹവാത്തിൽ ഒരു തൗഹീദുള്ള ആളെ എന്ത് ചെയ്യാൻ കഴിയും, സഹാബത്ത് വരെ വീണില്ല. നഊദു ബില്ലാഹി മിൻ ദാലിക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹിൻ്റെ സഹാബത്ത് അഖീദയിൽ തെറ്റിപ്പോയിട്ടില്ല, പക്ഷേ സഹാബത്തിൻ്റെ അടുക്ക് മാനുഷികമായ അബദ്ധങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പിന്നെ വകദാലിക സൗവലത്തിൽ നഫ്സി, എൻ്റെ നഫ്സിന് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഈ മനസ്സ് തോന്നുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അവിടുത്തെ ഖാദിയാണല്ലോ, പ്രവാചകനാണല്ലോ. അപ്പോൾ പ്രതി എന്ത് ചെയ്തു, കുറ്റം സംഭവിച്ചല്ലോ, ഞാൻ തന്നെയാണ് ഇതിൻ്റെ പ്രേരണ ഉണ്ടാക്കിയത്, ഞാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്, ഞങ്ങളെ മാർഗം ഒഴിവാക്കിയിട്ടുണ്ട്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തതാണ്, അതിനെന്തില്ല കൂട്ടുപ്രതിയൊന്നുമില്ല. ഒന്നാം പ്രതി തന്നെ ഉള്ളു, രണ്ടാം പ്രതി എന്തില്ല. നമ്മളെ മാർട്ടിൻ്റെ മോഡലാണ് ഇത്. ഇത്ര വലിയ ബോംബ് വെച്ചിട്ടും ഇത്ര 6 ആളെ കൊന്നിട്ടെന്തില്ല. ആ മുസ്ലിങ്ങളാണെങ്കിലോ നാടൊന്നാകെ പ്രതികളേക്കാരം. മറ്റേ മൂപ്പരായപ്പോൾ പിന്നെ അതിൻ്റെ ഇത് പോയല്ലോ, കാറ്റ് പോയി. മൂപ്പർ തന്നെയാണ് ഒറ്റയ്ക്ക് ബോംബുണ്ടാക്കിയ മൂപ്പർ ഒറ്റയ്ക്ക് തന്നെയാണ്, അതുപോലെ തന്നെ ബോംബ് കൊണ്ടുവന്ന മൂപ്പർ ഒറ്റയ്ക്ക് തന്നെയാണ്, വെച്ചത് മൂപ്പർ തന്നെയാണ്, പൊട്ടിച്ചൊക്കെ മൂപ്പർ ഒറ്റയ്ക്ക് തന്നെ, ബോംബുണ്ടാക്കിയ മൂപ്പർ തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളെ കേരളത്തിൽ അപ്പോൾ അതൊക്കെ അപ്പോൾ ഉത്തരേന്ത്യക്ക് എന്തൊക്കെയാണ് അവസ്ഥ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഏത് ഒരു 6-7 ആളുകൾ മരണപ്പെട്ട ഒരു കേസിൽ ഒരു പ്രതി മാത്രം ഉണ്ടാകുക, അയാൾക്ക് ആരും പ്രേരണ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാഹു അഅലം. പോട്ടെ. അതുപോലെ തന്നെയാണ് സാമിരിൻ്റെ അവസ്ഥ. സാമിരി ഏതായാലും സംഭവിച്ചെന്ത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. വഖദാലിക സൗവലത്തിൽ നഫ്സി. അപ്പോൾ പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനുള്ള ശിക്ഷ വിധിക്കാൻ. എന്താണ് അവൻ്റെ ശിക്ഷ? ഖാല, മൂസാ നബി പറഞ്ഞു, ഫദ്ഹബ്, ഇനി ഒരു മിനിറ്റ് കൊടുക്കാൻ പാടില്ല. ഫദ്ഹബ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട്, പുറത്തു പോകണം. അപ്പോൾ പിന്നെ ഇതിൽ നിന്നൊരു പാഠം കൂടി നമുക്ക് പഠിക്കാണ്ട്. അതെന്താ വെച്ചാൽ, ഒരു ഏകദൈവ വിശ്വാസവുമായിക്കൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിനിടക്ക് ഫിത്ന ഉണ്ടാക്കണവനെ പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, നിർത്താൻ പാടില്ല. മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരാൾ ഖദറിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ അധികം സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു വിവരം കിട്ടി. ഏൽപ്പിച്ച് ഇവിടെ പറഞ്ഞു 40 അടി കൊടുത്ത്, ഇനി മേലാൽ ഈ നാട്ടിൽ കാണാൻ പാടില്ല, തല ഉണ്ടാവില്ല, വിട്ട് നാട്ടെടുത്തി. എന്ന് പറഞ്ഞാൽ ഖദറിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേഗം ഇഷ്കാലുണ്ടാക്കുന്ന വിഷയമാണല്ലോ. അതൊക്കെ ഇങ്ങനെ കണക്കാക്കിയാണ്, പിന്നെ നമ്മളെന്താ നിസ്കരിക്കണ്, നമ്മളെന്താ നോമ്പ്, അങ്ങനെ നമ്മുടെ നാട്ടിൽ ചോദിക്കണല്ലോ യുക്തിവാദികൾ. അതൊക്കെ കണക്കാക്കിയാണെങ്കിൽ ഓന് ഇബാദത്ത് മാത്രം, ഓൻ്റെ തൊള്ളയിൽ കൂടെ പോകണമെന്നും കണക്കാക്കിയില്ല എന്ന് ഓൻ്റെ വിചാരം. ഓൻ്റെ ഭക്ഷണമൊക്കെ അല്ല കണക്കാക്കിയിട്ടുണ്ട്, അതും അല്ല കണക്കാക്കിയതിന് ഓന് കിട്ടുള്ളൂ. പക്ഷെ ഓന് നിസ്കരിക്കാനോ എന്താ പറയുക, അവ കണക്കാക്കിയാണ് ഞാൻ നിസ്കരിക്കും, അപ്പോൾ ഞാൻ നിസ്കരിക്കണ്ടെന്നുള്ള കണക്കാക്കി, അപ്പം എങ്ങനെ നിസ്കരിക്കാൻ കഴിയുക എന്നാണ് അവൻ്റെ ചോദ്യം. മനസ്സിലായില്ലേ? പക്ഷെ ഓ തിന്നാനോ അതിന് അല്ല കണക്കാക്കിയിട്ടത്, അതോ കണക്കാക്കി കൊലത്തിലതാ. മനസ്സിലായില്ലേ? അതാണ് ഈ വക്കദാലിക സൗവലത്തിൽ നഫ്സി എന്ന് പറയുക. അള്ളാൻ്റെ എല്ലാം ഒരു മുറുക്ക് വെള്ളം ഇറക്കണമെങ്കിൽ അത് അള്ളാൻ്റെ ഖദറുണ്ട്, അല്ലാതെ അതിന് ഇറക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഖദറിനെ പറ്റി ഇങ്ങനെ അധികം സംസാരിച്ചപ്പോൾ വിളിച്ചിട്ട് പുറത്താക്കി.
ഫദ്ഹബ്, ആര് പറഞ്ഞു? മൂസാ നബി പറഞ്ഞു, ഇനി ഈ കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ഫഇന്നലക ഫിൽ ഹയാത്ത്, ഇനി നിന്റെ ജീവിതത്തിൽ, ഫഇന്നലക നിശ്ചയമായും നിനക്കുണ്ട്, ഫിൽ ഹയാത്തി ഇനിയുള്ള ശിഷ്ടകാല ജീവിതം, അഥവാ ഇനിയുള്ള ജീവിതത്തിൽ നിനക്കുണ്ട്, അൻ തഖൂല നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്ത് നീ പറയണം? ലാ മിസാസ്, മസ്സൈ മുസു എന്ന് പറഞ്ഞാൽ എന്താ? തൊട, സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ആരും തുടരുത്, തുടരുത്, തുടരുത്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആര്? സാമിരി. അതായത് ലാ മിസാസ് നീ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ മറ്റൊരാളും തൊടാൻ പാടില്ല, അയാളെ വേറെ ആൾക്കാരും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റൊരാൾക്കുമായും ബന്ധമുണ്ടാകാൻ പാടില്ല, മറ്റൊരാൾക്ക് ഇയാളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ശരിക്കും ബിദഅത്തിന്റെ കക്ഷിയോട് സ്വീകരിക്കുന്ന നിലപാട്. മനസ്സിലായില്ലേ? ലാ മിസാസ്, അതായത് തൊടാൻ പാടില്ല. ഇന്ന് നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, പുറത്തു പോയി ജീവിക്കണം. അവിടെ ജീവിക്കുമ്പോൾ നീ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അടുക്കാൻ പാടില്ല. നിന്റെ അടുക്കലേക്കൊരു മനുഷ്യനും അടുക്കാൻ പാടില്ല. മനസ്സിലായി? കാരണം പേ പിടിച്ച നായെപ്പോലെ എന്നാണ് ശരിക്കും ബിദ്അത്തിന്റെ കക്ഷികളുടെ നിലപാട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു ബിദ്അത്തിന്റെ കക്ഷി എന്ന് പറഞ്ഞാൽ അവൻ പേ പിടിച്ച നായ പോലെ ഹദീസിലുണ്ട്. കാരണം അവൻ ഒരാൾ മാത്രമല്ല, കണ്ടോലൊക്കെ എന്ത് ചെയ്യും, കടിക്കും. മാത്രമല്ല പേ പിടിച്ച നായ കടിച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ ബ്ലഡ് പെട്ടെന്ന് ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, അത് വ്യാപിക്കും. അവരുള്ള ജീവിതകാലം നീ പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്ന് തഖൂലല്ല മിസാസ്, സ്പർശനമില്ല. മസ്സ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു എന്നർത്ഥം. അപ്പോൾ സ്പർശനമില്ല എന്ന് പറഞ്ഞാൽ അതായത് നീയുമായിട്ടെന്തില്ല, ഇനി ബന്ധം ആളുകൾക്കില്ല. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു സമൂഹത്തെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായൊരു കരുതൽ നടപടിയാണിത്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഒരാൾ ഫിത്ന ഉണ്ടാക്കുന്നുണ്ട്. ആ ഫിത്ന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം എന്ത് ചെയ്യണം, ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, നാട് കടത്തേണ്ടി വരും. കാരണം അവിടെ അവൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവൻ മറ്റുള്ളവരെ കൂടി ഫിത്നയിലും ഫസാദിലും ആക്കുന്ന അവസ്ഥ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ, അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞത് അഹ്ലു ബിദ്അത്തിനോട് ഉള്ള സമീപനം അതാണ്. അഹ്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണ സമസ്തക്കാരല്ലട്ടെ ഞാൻ ഉദ്ദേശിച്ച്, അവർ പാവങ്ങളാണ്. ഇതിൻ്റെ ഷിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും കുഫറിൻ്റെയും ഒക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഖാദിയാനികളുണ്ട്. ഓരെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ബന്ധം പാടില്ല. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവർ. ഒരു ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവരേ അല്ല. ഓല് നമ്മളെ കണ്ടാലും സലാം പറയില്ല, നമ്മളങ്ങോട്ട് എന്ത് ചെയ്യണ്ട, സലാം പറയാറുണ്ട്. കാരണം അവരെ വിശ്വാസം നമ്മൾ കാഫിറാന്നാ. കാരണം എന്താ, ഓരോ നബിനെ നമ്മൾ അംഗീകരിച്ചില്ലല്ലോ. നബിനെ നമ്മൾ അംഗീകരിച്ചനോ, മിർജനെ നമ്മൾ അംഗീകരിച്ചനോ? അതുകൊണ്ട് എന്ത് ചെയ്ത് ഓരോ നബിനെ നമ്മൾ അംഗീകരിക്കാത്തവരും നമ്മൾ ഇസ്ലാമത്വം, നമ്മുടെ വീക്ഷണപ്രകാരം, യഥാർത്ഥ ഇസ്ലാമിൻ്റെ വീക്ഷണപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബി ഉണ്ട് എന്നയാൾ വിശ്വസിച്ച അവനെന്തായി, ഓൻ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ശരിയായിട്ടില്ല, പിന്നെ അങ്ങനെ മുസ്ലിം ആകുക. അതേപോലെ തന്നെയാണ് ചേകനൂരികൾ. അപ്പം ഈ വിഭാഗത്തിനൊക്കെ നമ്മൾ സാമീരിനോട് നിലപാടാണ് നമുക്കുള്ളത്. ലാ മിസാസ് എന്ന് പറഞ്ഞാൽ എന്താ, അടുക്കണ്ട. അപ്പം ഇനി ഒരു ഖാദിയാനിനെ നമ്മൾ നന്നാക്കണം, അതിന് കൈവുള്ളവൻ പോയാൽ മതി. ഖാദിയാനിസം പഠിച്ച് അവരുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണവും പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, വക്കദാലിക സവ്വലത്തിൽ ഈ നഫ്സിയറിന്റെ മോഡൽ ഓനെന്ത് ചെയ്യും, അടവും. എത്ര അനുഭവങ്ങളുണ്ടറിയോ? ശേഖനൂരികൾ ഇതേപോലെ തന്നെയാണ്. ഒരു ചില ഹദീസ്, ബുഖാരി ഹദീസൊക്കെ ഇത് സ്വീകരിക്കണ്ടോ? അതാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും പറഞ്ഞു, ഉസ്ബുത്തിൽ അറസത്തും മജ്ലിസ്, നീ ആദ്യം എൻ്റെ കസേര ശരിയാക്കുക, ഇങ്ങോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓരോ നമ്മൾ ആൾക്കാരെന്താ വെച്ചാൽ കസേര ഉണ്ടോ നോക്കില്ല, അവിടെ ഇരിക്കും. ഓനെ നന്നാക്കണതിന് മുമ്പ് ഈ കേടുന്നുണ്ടെങ്കിൽ അല്ലാഹു ഖുർആൻ പറ, അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈ. സൂറത്തുമായതിൻ്റെ അവസാനത്തുള്ള ആയത്താണ്. അലൈക്കും അൻഫുസക്കും, നിങ്ങൾ തടി നല്ലോണം കാത്തോളി. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും,
വേറെ ആൾക്കാർ ദലാലത്തിലായി പോയി എന്നുള്ളത് നിങ്ങൾക്ക് എന്തില്ല ഉപദ്രവം ഉണ്ടാക്കില്ല. നിങ്ങൾ ദലാലത്തിലായി പോയാൽ നിങ്ങൾക്ക് എന്തിനുണ്ടാവും. അതുകൊണ്ട് മറ്റുള്ള നന്നാക്കേണ്ടതല്ല, പക്ഷെ നന്നാക്കണം. പക്ഷേ ആ കൂട്ടത്തിൽ നിങ്ങളും കൂടി എന്ത് ചെയ്തരുത്, ദലാലത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ പിഴച്ച കക്ഷികളുമായി കൊണ്ട് സംവാദത്തിനോ സംസാരത്തിനൊക്കെ സാധാരണക്കാർ, ഇപ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഖവാരിജികൾ ഉണ്ടായില്ലേ? അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഖവാരിജികളുമായി കൊണ്ട് സംവാദം നടത്താൻ അലി ബിൻ അബി താലിബ് ആരെ നിയോഗിച്ച്? ഹിബ്റുൽ ഉമ്മ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താ അവിടെ വേറെ ആൾക്കാരില്ല? ഞാൻ സംവാദം നടത്തിക്കൊള്ളാറുണ്ട്, ഇൽഹുക്കുമില്ല ആയത്തൊക്കെ നമുക്ക് മറുപടി അറിയാറുണ്ട്. പറ്റില്ല. ആരെ മറുപടി അറിയാൻ പോകുന്നുണ്ട്? അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി കൊണ്ട് 2000 ആളുകൾ തിരിച്ചുണ്ടാവും. 2000 ആൾ ഒറ്റ സംസാരം കൊണ്ട്. മനസ്സിലായില്ലേ? ചിലപ്പം ഇപ്പം ഇപ്പോൾ ഒരു ചങ്ങായി അവിടെ പിന്നെ മറ്റേ യുക്തിവാദികളായിട്ട് അരീക്കോടുന്ന് ഒരു സംവാദം നടത്തിയെന്ന്. ആരും കേട്ടോ? ഇനി കേട്ടില്ലേ? കേൾക്കണ്ട. മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾക്ക് പറയാൻ അവസരം കൊടുത്തു. ഒറ്റൊന്നിന് ചങ്ങായി മറുപടി പറഞ്ഞില്ല. പറയാൻ കഴിയണില്ല. അവൻ പഠിച്ചിട്ടില്ല, അവക്കറിയില്ല. എന്തിനാണ് വേണ്ടാത്ത പണിക്കോണ്? നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മളില്ലെങ്കിൽ ഇസ്ലാം ഉണ്ടാവും ഇവിടെ. മനസ്സിലായില്ലേ? പക്ഷെ ഇസ്ലാം ഇല്ലെങ്കിൽ നമ്മളില്ല. നമ്മൾ ഇല്ലെങ്കിലും എന്തുണ്ടാവും? ഇസ്ലാം ഉണ്ടാവും. പക്ഷെ ഇസ്ലാം ഇല്ലാതെ നമ്മളുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിന് എന്ത് ചെയ്യണം? നല്ലോണം സൂക്ഷിക്കണം. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ഈ സാമിരിൻ്റെ കക്ഷികളുണ്ടല്ലോ, ഓരോട് നമുക്കുള്ള അഭിമാനം എന്താ വെച്ചാൽ ലാ മിസാസ്. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യണം? അത്തരം ഫിത്തനകൾ. അപ്പോൾ നമ്മൾ പറയലുണ്ട് പിന്നെ ഇതിപ്പോൾ സാധാരണ ഖുറാഫികളും പറയലുണ്ട്, നിങ്ങൾ ഓല പ്രസംഗം കേൾക്കാൻ പാടില്ല, ബലഹസേമ കേൾക്കാൻ പാടില്ല. സമസ്തക്കാർ മുജാഹിദിൻ്റെ പ്രസംഗം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ ഓല വരുമാനം മുട്ടുകൊണ്ടാണ്. ഓല ഹക്ക് ഓൽക്കറിയാം, മുജമാർക്കൊക്കെ അറിയാലോ, ഈ പേരോടിനൊക്കെ അറിയാലോ. പിന്നെ തൗഫീക്കും കൂടി വേണമല്ലോ. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹു എന്ന് ജൂതന്മാരെ പറ്റി അല്ലാഹ് പറഞ്ഞില്ലേ? ഇതിനർത്ഥം സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാന്നാ. ഇവിടെ സ്വീകരിച്ചോ? അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടൂല. സഫിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നമസ്കാരം അതുകൂടി പറഞ്ഞ അവസാനിക്കുക. സഫിയ ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ ഹുയൈ ബിൻ അഖ്തബ് പിന്നെ മദീനയിലേക്ക് വരികയാണ്. കാരണം മദീനയിലൊരു പ്രവാചകൻ വരും എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ടുണ്ട്, സമയമായിട്ടെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വരികയാണ്. അയാളുടെ സഹോദരൻ കൂടി വന്നു, സംസാരിച്ചു. റസൂലുള്ളാഹിൻ്റെ വലതു ഭാഗത്തുള്ള പ്രവാചകത്തെ മുദ്ര കാണിച്ചു കൊടുത്തു. 100ക്ക് 100 ഉറപ്പായി. വന്ന ആവേശമില്ല. പോകുമ്പം ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ നിന്ന് ചോദിക്കുക, ആ ഹുവ അയാൾ തന്നെയാണോ? നാം, അതെ. എന്താ? ഒന്നുമില്ല, സ്വീകരിക്കൂല, ശത്രുത തന്നെ. ഇത് കേട്ടപ്പോഴാണ് സഫിയ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ഈമാൻ ആദ്യം ഉറച്ചത്. സഫിയ റളിയല്ലാഹുവിൻ്റെ വാപ്പയാണ്, സഫിയ റളിയല്ലാഹു ബിൻ റസൂലുള്ളാഹിൻ്റെ ഭാര്യയല്ലോ. അപ്പോൾ ആ ഹുവ എന്ന് ചോദിക്കുകയാണ് സഹോദരൻ, ഇയാൾ ആൾ തന്നെയാണോ? ഏത് ഇവിടെ വരും എന്ന് പറഞ്ഞ നബി തന്നെയാണോ അത്? നാം, അതെ. സ്വീകരിച്ചില്ല. അപ്പോൾ സംഗതി അറിഞ്ഞു എന്നുള്ളതുകൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അത് അല്ലാഹുവിൻ്റെ തൗഫീഖാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഒരു ഹക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ. ഒരു ഹക്കിന് ശേഷം പിന്നെ ദലാലല്ലാതെ വേറെ എന്താ ഉണ്ടാകുക? നമ്മളൊരു ഹക്കിലാണ് നമുക്ക് 100% നമുക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ അപ്പുറത്തൊരു ഹക്കുണ്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഹക്കുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ എന്തായി? ഹക്കിൽ എന്തായി? സംശയം. അതുകൊണ്ട് അല്ലാഹു ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ. ഹക്കിന് ശേഷം പിന്നെ എന്താ ഉള്ളത്? ദലാലത്തല്ലേ. അപ്പോൾ ദലാലത്താന്ന് മനസ്സിലാക്കുക. ആ ദലാലത്ത് എന്ത് ചെയ്യണം? വിട്ടു നിൽക്കുക. എപ്പോഴും എന്ത് വെച്ചാൽ അതുകൊണ്ട് ദജ്ജാൽ വന്നങ്ങൾ എന്ത് ചെയ്യണം? വിട്ടിക്കണം. അടുത്ത് പോകാൻ പാടില്ല. പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ കെട്ടിയിടണം റസൂൽ പറഞ്ഞു. വാതിൽ അടച്ചു പൂട്ടി താക്കോല് കീസിട്ട് അങ്ങാടിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ നിങ്ങൾ മീൻ വാങ്ങാൻ പോകുമ്പോഴത്തേന് പെണ്ണുങ്ങൾ ചിലപ്പോൾ ദജ്ജാലിൻ്റെ അടുത്തേക്ക് വണ്ടി ഉണ്ടാവും, അവൻ്റെ സർക്കസ് കാണാൻ വേണ്ടി. അതുകൊണ്ട് പൂട്ടിപ്പോകണം എന്ന് പറഞ്ഞാൽ അവരെ ചങ്ങലക്കിടണം എന്ന് റസൂലിൻ്റെ കാലത്ത്
പിന്നെ ചങ്ങലക്കെടലാണ് എന്ന് പറഞ്ഞാൽ അവർ തടഞ്ഞു നോക്കണം. കാരണം ഇത് ഒരു ഫിത്നയിൽ നിന്ന് എന്ത് ചെയ്യണം, അകന്ന് നിൽക്കുക എന്നുള്ളതാണ് ശരിക്ക്. അതുകൊണ്ടല്ല പിന്നെ വിശുദ്ധ ഖുറാനിൽ ഒരു മനുഷ്യൻ അകപ്പെട്ട് പോയേക്കാവുന്ന തിന്മകളെ പറ്റിയൊക്കെ ലാ തഖ്റബു എന്ന് പറഞ്ഞു. അടുത്തേക്ക് പോരുത്. അടുത്തേക്ക് പോയാൽ കുറ്റമായിട്ടില്ല. വലാ തഖ്റബു സിന പറഞ്ഞാൽ ഒരാൾ പിന്നെ അപ്പുറത്തെ വ്യഭിചാരശാലൻ്റെ അതിൻ്റെ അടുത്തു കൂടെ പോയാൽ തെറ്റാന്നല്ല, അതിൻ്റെ അടുത്തേക്ക് പോയാൽ എന്താ ഉണ്ടാകുക, പെട്ടുപോകും. അടുത്തേക്ക് പോയാൽ പെട്ടു. അതുകൊണ്ട് അടുത്തേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിൻ്റെ കക്ഷിയോടുള്ള നിലപാട് അതാണ്. അല്ലാൻ തഖൂല ലാ മിസാസ്. അപ്പം അവനുമായിട്ടും യാതൊരു ബന്ധമില്ല, അവൻ ഇങ്ങോട്ടും ബന്ധപ്പെടാൻ അനുവാദമില്ല. ഇത് മൂസാ നബി പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പുറത്തുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم سائر المسلمين فاستغفروا إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.